ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ് കാണിക്കാൻ പോകുന്നത്. പൊതുവേ ഞാൻ ലേഡീസിൻ്റെ പെർഫ്യൂമിൻ്റെയാണ് റിവ്യൂസ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ജെൻസിൻ്റെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അത് ചെയ്യാം എന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം ഞാനൊരു ഗിഫ്റ്റ് സെറ്റ് മീൻസ് പെർഫ്യൂമിൻ്റെ ഗിഫ്റ്റ് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ചേട്ടൻ എന്ത് കൊടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ പെർഫ്യൂം വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി യൂസ് ചെയ്യണതിൻ്റെ തന്നെ എനിക്ക് വാങ്ങി തന്നാൽ മതി അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ യൂസ് ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും അങ്ങനെ യൂസ് ചെയ്യണം. നമുക്ക് കുറച്ച് ചേഞ്ചിന് വേണ്ടി വേറെയൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ കുറച്ചും കൂടി നല്ലത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. സെയിം പെർഫ്യൂംസ് തന്നെ യൂസ് ചെയ്ത് നടക്കണമെന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് പെർഫ്യൂംസ് മാറ്റണം ഭയങ്കര ഇഷ്ടമാണ്. യൂസ് ചെയ്ത് തന്നെ യൂസ് ചെയ്യണോട് എനിക്ക് ഭയങ്കര താല്പര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേറെ ഏതെങ്കിലും വാങ്ങിയിട്ട് കൊടുക്കാം അങ്ങനെ വിചാരിച്ചിട്ട് കുറേ നോക്കി 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 വാങ്ങിച്ചപ്പോഴത്തേനും അങ്ങനെയല്ല, അങ്ങനെ കുറേ നോക്കി 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 വന്നപ്പോൾ അങ്ങനെ കുറേ നോക്കി നോക്കി എന്ത് കൊടുക്കും, ഏത് പെർഫ്യൂം വാങ്ങിക്കും എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഈ സാധനം എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് ഗൈസ്. ഇത് മാൻ കമ്പനീൻ്റെ പെർഫ്യൂമാണ് കേട്ടോ. ഇതാണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ചേട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ഇത് വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. അങ്ങനെ അത്രയല്ല, എന്നാലും ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നമുക്ക് നൈസായിട്ട് ഇതിൽ നിന്ന് ഇനി വഴി തിരിച്ചു വിടണം. പക്ഷെ എന്നാലും ഞാനിത് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനോ അച്ഛനോ ചേട്ടനോ അനിയനോ ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് സാധനം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഉണ്ട് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ എമൗണ്ട്? ഇത്രയും ഉണ്ട്. പക്ഷെ ഞാനത് ഓഫറിനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്ന. ഓഫറിന് എനിക്ക് ഏകദേശം ഒരു 600-നുള്ളിൽ എനിക്ക് സാധനം വാങ്ങിക്കാനായിട്ട് കിട്ടി. സോ അത്ര എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഈ പൈസ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ഈ സാധനത്തിന് ഇത്രയും പൈസ ഉണ്ടായിരുന്നെന്നുള്ളത്. പക്ഷെ ഇത്രയും പൈസ ഒക്കെ ഉള്ളത് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അധികം ഇതിന്റെ ഇത് പറഞ്ഞ സമയം കളയണ്ട. നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കുറച്ച് ടൈം എടുത്തിട്ടാണ് ചേട്ടൻ തുറന്നത് കേട്ടോ. ഇത് ചേട്ടൻ ആക്ച്വലി ഇവിടെ ഇല്ല. ഇത് ഇല്ലാത്ത സമയത്താണ് ഞാൻ ഇതിന്റെ റിവ്യൂ എടുക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടമായി പോവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തരില്ല പ്രൈസ്. സോ ഇതൊന്ന് തുറക്കട്ടെ ഞാൻ. സംഭവം തുറന്നു. ഇതാണ് നമ്മുടെ സാധനം വരുന്നത് കേട്ടോ. കണ്ടോ, കൈവിട്ട് കളഞ്ഞാൽ പൊട്ടിപ്പോവും. സോ ഹാൻഡിൽ വിത്ത് കെയർ ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് പിടിച്ചിട്ടുള്ളത് ഗൈസ്. നോക്കൂ, ഈ ഒരു 4 പെർഫ്യൂമുകളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കളർ നോക്കൂ. കളർ വെച്ചിട്ട് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം അല്ലേ. ഇത് ഒരു ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഫസ്റ്റത്തത്. ഇത് കുറച്ച് ഡാർക്ക് ബ്ലൂ ആണ്. ഇത് കുറച്ച് ഓറഞ്ച് ഷെയ്ഡാണ്. പിന്നെ ഇത് ഒരു ബ്ലാക്ക്, ഒരു ചാണപ്പച്ച ബ്ലാക്ക്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. അപ്പൊ 4 പെർഫ്യൂമുകളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഇത് നമ്മുടെ ബെല്ലാവിറ്റ ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ബെല്ലാവിറ്റിന്റെ ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ്. അതിനേക്കാളും അത്യാവശ്യം വലിപ്പമുണ്ട് ഈ ഒരു ബോക്സിനാണെന്നുണ്ടെങ്കിൽ പെർഫ്യൂമിനാണെന്നുണ്ടെങ്കിലും കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം ഇവിടെ തുടങ്ങാം. ഇവിടെ തുടങ്ങണോ? ഏത് തുടങ്ങും? നമുക്ക് ഇത് തുടങ്ങാം ആദ്യം. ആദ്യം തന്നെ നമ്മള് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഉള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്ന് ഇത് ഓരോന്നായിട്ട് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇത് വന്നിട്ട് ഒരു സിട്രോൺ. ആദ്യത്തെ പെർഫ്യൂം വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ്. നോക്കൂ, എന്തോ എൻ്റെ ഫോണിന് സംഭവിച്ചിട്ടുണ്ട്, ഫോക്കസ് ആവുന്നില്ല ഗൈസ്. ഇത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് സിട്രോൺ എന്നാണ് കേട്ടോ ഷെയ്ഡിന്റെ പേര്. ഇത് തന്നെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റിപ്പോയെന്നൊക്കെ വരും ഗൈസ്. സോ ഇത് അത് തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. ഇതിന്റെ ഒരു ഫ്രാഗ്രൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എവിടെ ഇനി ഇട്ടൊന്നുമില്ലേ? ഇതിന്റെ ഒരു ഫ്രാഗ്രൻസ് എന്താന്ന് വെച്ചാൽ എനിക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ഈ ഫ്രാഗ്രൻസിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഈ സിട്രോണിന്റെ എഴുതിയേക്കണത് ഇവര് ഒരു ലൈം, പിന്നെ ഒരു
അക്വ ആ ഒരു ഇതാണ്. ശരിയാണ്, എനിക്കൊരു അക്വ മീൻസ് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു എന്താ പറയാ, ഒരു നല്ലൊരു സ്മെല്ല്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്മെല്ല്. കൂടുതൽ നിങ്ങൾ ഇവിടെ വായിച്ച് അറിയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ഈ ഒരു പെർഫ്യൂമിന് വരുന്നത് ഗൈസ്. അപ്പോൾ രണ്ടാമത്തത് നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് തന്നെ വെക്കണം കേട്ടോ, വീഡിയോ കണ്ടു പറയും. അടുത്തത് ഇനി മസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഇങ്ങനെ എടുക്കാനൊക്കെ ഭയങ്കര പണി കൊടുക്കണ്ട. മസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മെല്ലുള്ള സാധനം. മസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടോ, ഇത് ഏകദേശം ഒരു ഡാർക്ക് ബ്ലൂ ആണ് വന്നത്. ഇതിന്റെ ഫ്രാഗ്രൻസിനെ പറ്റി ഇവിടെ എഴുതിയിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെമൺ മറൈൻ എന്ന് വെച്ചാൽ അക്വ പോലത്തെ തന്നെ ആയിരിക്കും തോന്നണം. ലെമൺ. ഓക്കെ, മണത്തോക്കാൻ തരും. ഇതിനകത്ത് ഇങ്ങനെയാണ് ലെമൺ അക്വ എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എന്തായാലും ഇത് മണത്തോക്കാം. നേരത്തെ കാണിച്ചതിൻ്റെ ഒക്കെ പോലത്തെ തന്നെ, അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ലെമണിന്റെ എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇതും അത്യാവശ്യം ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് വന്നത്. ലെമണിന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതും അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഇതെടുക്കാം. ഇതിന്റെ പേര് കൊടുത്തിട്ടുള്ള ജോയ് എന്നാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്ന ഒരു ലെമന്റെ സ്മെല്ലായിരിക്കാം എന്ന് തോന്നണം. അല്ല, ഇത് എന്ത് സ്മെല്ലാണ് ഇതിനകത്ത് കൊടുത്തേക്കണം നോക്കാം. ലെമന്റെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശരിയാണ്. ഇതിനകത്ത് ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് ബേ ലീഫ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഇതിനകത്തൊരു സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് തോന്നിയത്. സ്വീറ്റ് അല്ല, എനിക്കൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് തോന്നിയിട്ടുള്ളത്. സ്വീറ്റ് ഫ്രൂട്ടി കൈൻഡ് ഓഫ് സ്മെല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഗ്രേപ്പ് ഫ്രൂട്ട് പിന്നെ ബേ ലീഫ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ശരിയാണ്, ഏകദേശം ഒരു ഫ്രൂട്ടി ആയിട്ടുള്ള ഒരു സ്മെല്ലായിട്ട് തോന്നിയത്. ഇതും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഈ ഒരു സ്മെല്ലിനേക്കാളും കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇഷ്ടം. സോ ആദ്യത്തെ രണ്ടെണ്ണമാണ് എനിക്ക് ഇതിനെ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടത്. ഇനി ലാസ്റ്റത്തെ ഒരെണ്ണം. ലാസ്റ്റത്തത് വാങ്ങിയത് ഇന്റൻസ്. കണ്ടോ, ഇന്റൻസ്. ഇതൊരു ബ്ലാക്ക് ആണോ എന്ത് കളറാണ്, ഒരു ചാണപ്പച്ച ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇന്റൻസ്. ഓക്കെ, ബോട്ടിൽ എല്ലാത്തിനും നല്ല ക്യൂട്ടാണ്. ഒരു ബ്ലാക്കിൽ ഒരു ചാണാപ്പുളി കളറാണ് വരുന്നത്. നോക്കട്ടെ. ഇതിനൊരു സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. ഒരു മിഠായിയുടെ ഒക്കെ പോലത്തെ ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കുഴപ്പമില്ല, നല്ലതാണ്. എനിക്ക് പക്ഷെ ആദ്യത്തെ രണ്ടെണ്ണമാണ് ഇഷ്ടപ്പെട്ടത്. ഇതൊരു വാനില പോലെ തോന്നി. എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ഇത് ഇവിടെ വാനില എന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ശരിയാണ്, വാനിലയുടെ പോലത്തെ സ്മെല്ലുണ്ട് ഇതിന്. വാനില പാച്ചിയോളി ഓറിയന്റൽ, ഈ ഒരു കൈൻഡ് ഓഫ് സ്മെൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കൊരു വാനിലയുടെ ഒക്കെ പോലത്തെ ഒരു ചോക്ലേറ്റ് പോലത്തെ ഒരു സ്മെല്ലാണ് ഫീൽ ചെയ്തത്. ഇതും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്നാലും ആദ്യത്തെ രണ്ടെണ്ണമാണ് കാണിച്ചതിൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോ ഇത് നമ്മുടെ ദേഹത്ത് അടിച്ചു കഴിയുമ്പോഴത്തേനും വേറെ തന്നെ സ്മെല്ലാണ് കേട്ടോ. സോ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾ പെർഫ്യൂംസ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെർഫ്യൂം ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാനും ഒരെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിനകത്ത് ഞാൻ ഏതാണ് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, ഏതാ സിട്രോൺ അതായിരുന്നില്ലേ. അപ്പൊ ആ ഒരു പെർഫ്യൂം ഞാൻ കഴിഞ്ഞ ദിവസം ഫിലിമിൽ പോയപ്പോഴത്തേനും അടിച്ചായിരുന്നു. ശരിക്കും ഇത് മെൻസിന്റെ ആണെന്ന് പറഞ്ഞാൽ വുമൻസിന് അടിക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഫിലിം കഴിഞ്ഞിറങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. ഫ്രഷ് ആയതിനു ശേഷം എനിക്ക് ആ ഒരു സ്മെല്ല് ഉണ്ടായിരുന്നു. സോ എനിക്കത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നി. ലോങ് ലാസ്റ്റിംഗ് ആണ്, മീൻസ് പിറ്റേ ദിവസം അലക്കാൻ എടുത്തപ്പോൾ ആ ഡ്രസ്സിന് ആ സ്മെല്ല് ഉണ്ടായിരുന്നു. സോ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു നല്ല ഓപ്ഷനാണ്. എന്തായാലും നിങ്ങളത് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും ബൈ, സീ യു.